നമസ്കാരം, പ്രവാസി വാർത്തയിലേക്ക് സ്വാഗതം. വിവാഹത്തിന് തക്കാളി ആഭരണങ്ങൾ അണിഞ്ഞ പാകിസ്ഥാനി വധു വന്നിരിക്കുന്നു. പാകിസ്ഥാനിൽ തക്കാളി വില കുതിച്ചുയർന്ന പശ്ചാത്തലത്തിലാണ് തക്കാളി ആഭരണങ്ങൾ ധരിച്ച് വധു വിവാഹവേദിയിൽ പ്രത്യക്ഷപ്പെട്ടത്. പാകിസ്ഥാൻ മാധ്യമപ്രവർത്തകയായ നെയ്ല ഇനായത്താണ് തക്കാളി ആഭരണങ്ങൾ അണിഞ്ഞിരിക്കുന്ന വധുവിന്റെ വീഡിയോ തന്റെ ട്വിറ്ററിലൂടെ പങ്കുവച്ചത്. വിവാഹവേദിയിൽ ഇരിക്കുന്ന വധുവിനെ ഒരു പ്രാദേശിക പത്രപ്രവർത്തകൻ അഭിമുഖം ചെയ്യുന്ന രീതിയിലാണ് വീഡിയോ. നെക്ലേസ്, കമ്മൽ, വള എന്തിന് ചുട്ടി പോലും തക്കാളി കോർത്ത് നിർമ്മിച്ചിരിക്കുകയാണ്. സ്വർണത്തിന്റെ വില ഉയരുകയാണ്. ഒപ്പം തക്കാളിയുടെയും പൈൻ നട്ട്സിന്റെയും അതുകൊണ്ട് വിവാഹത്തിന് അണിയാൻ ഇവ തിരഞ്ഞെടുക്കുകയായിരുന്നുവെന്നാണ് അഭിമുഖത്തിൽ വധു പറയുന്നത്. വധുവിന് ബന്ധുക്കൾ നൽകിയിരിക്കുന്ന സമ്മാനങ്ങളും നട്ട്സാണ് എന്നുള്ളൊരു കൗതുക കാഴ്ച കൂടിയുണ്ട്. ഏതായാലും രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയെ പരിഹസിക്കുന്നതിനായി നിർമ്മിച്ച ട്രോൾ വീഡിയോയാണ് ഇതെന്നും പറയപ്പെടുന്നുണ്ട്. കറാച്ചിയിൽ തക്കാളി വില കിലോയ്ക്ക് 400 രൂപയായതായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരുന്നു. പാകിസ്ഥാൻ സർക്കാരിന്റെ കാർഷിക നയങ്ങളും കാലം തെറ്റി പെയ്ത മഴയുമാണ് നിലവിൽ തക്കാളി വില ഉയർന്നതിനുള്ള കാരണമായി പറയപ്പെടുന്നത്. പറഞ്ഞു വന്നത് മറ്റൊന്നുമല്ല, കൗതുകം ഇവിടം കൊണ്ട് അവസാനിക്കുമോ? തക്കാളി വില കുതിച്ചുയർന്നാൽ ഇത്തരത്തിൽ തക്കാളി കൊണ്ട് കല്യാണം നടത്തിയാൽ ഉള്ളിയുടെ അടക്കം കാര്യത്തിൽ രാജ്യമടക്കം കടുത്ത പ്രതിസന്ധിയിലേക്ക് പോകുമ്പോൾ, അതായത് ഇറക്കുമതിയുടെ കാര്യത്തിലൊക്കെ ആശയക്കുഴപ്പമുണ്ട്. അത് പരിഹരിക്കാനുള്ള നടപടികൾ സവാളയുടെ കാര്യത്തിലടക്കം കേന്ദ്ര സർക്കാർ സ്വീകരിച്ചു കഴിഞ്ഞു. ഇവിടെ തക്കാളി ഇട്ടാണ് ആഭരണവുമായി കല്യാണത്തിന് വന്നതെങ്കിൽ ഇനി ഉള്ളി എങ്ങാനും ഇട്ട് മറ്റൊരു കല്യാണമെങ്കിലും കണ്ടാലും അത്ഭുതപ്പെടാനില്ല. പ്രവാസികളെ സംബന്ധിച്ച് ചോര നീരാക്കി കഷ്ടപ്പെട്ട് നാട്ടിലുള്ള കുടുംബത്തെ കരപിടിച്ച് ഉയർത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന തിരക്കുകൾക്കിടയിൽ, ജീവിത പ്രാരാബ്ദങ്ങൾക്കിടയിൽ, തൊഴിൽ പ്രാരാബ്ദങ്ങൾക്കിടയിൽ ഈ ഒരു വാർത്ത പ്രത്യേകിച്ചും ചെറിയ കാര്യമായി തോന്നാം, തമാശയായി തോന്നാം. പക്ഷേ തക്കാളിയുടെയും സവാളയുടെയും അങ്ങനെ ദൈനംദിന ആവശ്യത്തിനുള്ള സാധനങ്ങളുടെ വിലയൊക്കെ കുതിച്ചുയരുമ്പോൾ അതൊരു വലിയ പൊല്ലാപ്പ് തന്നെയാണ്. പ്രത്യേകിച്ചും ഉള്ളതിന് മിച്ചം വച്ച് എന്തെങ്കിലും സ്വരുക്കൂട്ടാമെന്ന് കരുതുന്നവർ ഉണ്ടെങ്കിൽ, ശരാശരിക്കാർ, മധ്യവർഗത്തിൽപ്പെട്ടവരൊക്കെ ഈ സാധനങ്ങളുടെ തീപിടിച്ച വില പലപ്പോഴും ആശങ്കയോടെയാണ് കാണുന്നത്. പ്രവാസികളും അവരുടെ കുടുംബാംഗങ്ങളും അടക്കം ഇപ്പോൾ സ്വർണത്തിനടക്കം വില കൂടിയിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഏതായാലും തക്കാളിയിട്ട് പ്രതിഷേധിച്ചതുപോലെ, തക്കാളിക്ക് വില കൂടിയതുകൊണ്ട് തക്കാളി ഇട്ടതുപോലെ സ്വർണ്ണത്തിന് വില കൂടിയുണ്ട് സ്വർണ്ണമിട്ട് പ്രതിഷേധിക്കാനൊന്നും പലർക്കും വകുപ്പില്ല. ഏതായാലും വളരെ കൗതുകമുള്ള ഈ വാർത്ത പ്രവാസികളുടെ ഇടയിലടക്കം വലിയ ചർച്ചയായിരിക്കുകയാണ്. ഏതായാലും ഇത് ഒരു തുടക്കം മാത്രമാണ് എന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. ഒരുപക്ഷെ സമാനമായ സംഭവങ്ങൾ അധികം വൈകാതെ ഉണ്ടായാലും അത്ഭുതപ്പെടാനില്ല. അത്രയ്ക്കാണ് സാധനങ്ങളുടെ പൊള്ളുന്ന വില. ലോകം മുഴുവൻ ഈ ഒരു പ്രതിസന്ധി ഉണ്ട്. ഇപ്പോൾ പാകിസ്ഥാനിൽ നിന്നും ഇത്തരമൊരു കാഴ്ച വന്നെങ്കിൽ നാളെ മറ്റൊരിടത്തു നിന്നാകാം. ന്യൂസ് ഡെസ്ക്, പ്രവാസി വാർത്ത.